ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്നിപ്പോൾ ഉള്ളത് സിട്രോണിന്റെ ഷോറൂമിലാണ് കൊച്ചിയിലുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ സിട്രോണിന്റെ മോഡലായിട്ടുള്ള ബസാൾട്ടോ ആയിട്ടാണ് വന്നേക്കുന്നത്. SUV കൂപ്പെ സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു വെഹിക്കിളാണ്. ഇതേ എൻ്റെ ബാക്കിൽ ഇതേ വെഹിക്കിൾ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ ഡിസൈനിലേക്കൊക്കെ പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ സിട്രോൺ ബസാൾട്ട് ആണ് ഈ കിടക്കുന്നത്. ഇതിന്റെ നമുക്ക് ആദ്യമേ തന്നെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു ബോൾഡ് ലുക്കിംഗ് ഡിസൈൻ ആണെന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം. നമുക്ക് ഫ്രണ്ട് അപ്പിയറൻസ് പറഞ്ഞാൽ നമ്മുടെ സിട്രോണിൽ വരുന്ന ഒരു നമ്മുടെ C3 എയർകോസിന്റെ ഒക്കെ ഒരു പെട്ടെന്ന് ഒരു ആ ഒരു ലുക്ക് തന്നെയാണ്. ഏകദേശം നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ സിട്രോൺ C3യിൽ നമുക്ക് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗ്രില്ലിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വെഹിക്കിളിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ഫ്രണ്ട് അപ്പിയറൻസ്, ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ക ഒരു ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഫ്രണ്ട് ഒരു അപ്പിയറൻസ്, ഒരു SUVക്ക് തരുന്ന ഒരു ആ ഒരു അഗ്രസീവ് ലുക്കും ഒക്കെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു DRL ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബോണറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പവർ ലൈൻസ് ഒക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. രണ്ട് സൈഡിലും നമുക്ക് ആ രീതിയിൽ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടാണ് നമുക്ക് ഈ ഒരു DRLs കൊടുത്തേക്കുന്നത്. നമുക്ക് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് വെഹിക്കിളിന് വന്നിട്ടുണ്ട്. നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് ഈ ഒരു സിട്രോണിന്റെ ലോഗോ കാണാം. പിന്നെ സൈഡിലേക്ക് ആ ഒരു ക്രോം സ്ട്രിപ്പ് പോലെ പോയേക്കുന്നത് കാണാം. അതൊരു ഫുള്ളി ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത്. അതിന്റെ ചുറ്റിനും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വന്നേക്കുന്നത്. റൂഫ് ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട് വെഹിക്കിൾ കാണാനായിട്ട്. പിന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് സെൻട്രലായിട്ട് ഈ ഒരു ഗ്രില്ലിന്റെ ഭാഗം നല്ല ഓപ്പണിംഗ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു ക്രോമിന്റെ ഒരു ചുറ്റിനും ഒരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. അത് അവിടെയും നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ എയർ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു ക്രോം ഫിനിഷ് ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡറായിട്ടുള്ള ഒരു എയർ ഡാം ആണെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഫോഗ് ലാമ്പ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ഒരു റെഡ് സ്ട്രിപ്പിംഗ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് സ്കിഡ് പ്ലേറ്റ് വന്നിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. റിവ്യൂവിനായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് 1.2 ലിറ്റർ ടർബോ വേരിയന്റ് ആണ് നമ്മൾ ഇന്നിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് മാക്സും പ്ലസ് എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് വേരിയന്റ് ഉണ്ട്. മാക്സ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത്. തൊട്ട് താഴെയുള്ള വേരിയന്റ് പ്ലസ് ആണ്. ഇത് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റും ആണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ സൈഡ് ഡിസൈനിലേക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4352 mm ആണ് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ വീൽ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീൽ ബേസ് വരുന്നത് നമുക്കൊരു 2652 mm വീൽ ബേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇന്റീരിയർ സ്പേസ് കണ്ടെത്താൻ പറ്റും. പിന്നെ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്ന് പ്രധാനമായിട്ടും പറയാനുള്ള ഈ ഒരു SUV കൂപ്പെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ചരിഞ്ഞിറങ്ങുന്ന ഈ ഒരു റൂഫ് ലൈൻ ആണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ചരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ, അതാണ് നമുക്ക് ഈ കൂപ്പെ എന്ന് പറയുന്നതിനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അതാണ് ഈ ചരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനാണ് നമ്മൾ കൂപ്പെ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് സൈഡ് ഡിസൈനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു 16 ഇഞ്ച് വീൽസ് ആണ്. നല്ല ഒരു ബ്ലോക്ക് ടൈപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് ആണ്. ഒരു ബ്ലാക്കും ആ ഒരു ക്രോം ഫിനിഷിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് സിട്രോണിന്റെ ആ ഒരു ലോഗോ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ആ ഒരു വീൽ ആർച്ചസ് ആണെങ്കിൽ അതിന്റെ ഒരു ഔട്ടർ ഭാഗം കൊടുത്തേക്കുന്ന ഒരു സ്ക്വയർ ലുക്കിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ആ ഒരു ഇൻസൈഡ് വരുന്നത് നമുക്ക് ആ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള രീതിയിലാണ്. അത് പക്ഷേ ആ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലെ ആ ഒരു നമ്മുടെ ഫെൻഡറിന്റെ ഒരു സൈഡിലൊക്കെയാണ് ഒരു മസ്കുലിൻ ഫീൽ വരുന്ന രീതിയിൽ ഒരു കട്ടിങ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എ പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് കാണാം. പിന്നെ നമുക്ക് സൈഡ് മിറേഴ്സിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഓട്ടോ ഫോൾഡബിളും ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത്. ബി പില്ലറും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒരു പുൾ ചെയ്തുള്ള ആ ഒരു ടൈപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഡോറിൽ വന്നിട്ട് നമുക്കൊരു ക്ലാഡിങ് കൊടുത്തേക്കുന്നത് കാണാം. നല്ല
അതിൻ്റെ ഒരു ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്ട്രിപ്പ് പോലെ, ഒരു ക്രോം സ്ട്രിപ്പ് പോലെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ, ആ ഒരു കൂപ്പ ലൈക്ക് ഡിസൈൻ ആണ്. അതാണ് SUV കൂപ്പയെന്ന് നമുക്ക് പറയുന്നത്. പിന്നെ റൂഫ് വന്നിട്ട് നമുക്ക് ആ ഒരു ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ഷാർക്ക് ഫിൻ ആൻറ്റിന് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ അതേണ്ട ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു റെഡ് സ്ട്രിപ്പിങ് കൊടുത്തേക്കുന്നത് കാണാം. റിയർ വീൽ നമുക്ക് ആ ഡിസ്ക് ബ്രേക്സ് വരുന്നില്ല. പിന്നെ നമുക്ക് ആ ഒരു വീൽ ആർച്ചസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു സ്ക്വയർ രീതിയിൽ തന്നെ മേളിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ക്ലാഡിങ്ങിനകത്ത് വരുന്ന ഒരു റൗണ്ടഡ് ഡിസൈൻ തന്നെയാണ്. ഇവിടെ നമുക്കൊരു ക്യാരക്ടർ ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട് വെഹിക്കിളിൽ. വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും വേണ്ടി ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്യാരക്ടർ ലൈൻ ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റിയർ ഡിസൈൻ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ റിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഒരു രക്ഷയില്ല, ഒരു 3D ലൈക്ക് ഫീലിലാണ് ഇത് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ഈ ഒരു ഹിപ്പിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ യൂണിറ്റ് ഫുള്ള് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്, വളരെ അട്രാക്ഷൻ ആണ്. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊത്തത്തിൽ വെഹിക്കിളിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു കൂപ്പലേക്ക് ആയതുകൊണ്ട് മേളിൽ നിന്ന് ചരിഞ്ഞിറങ്ങുന്ന രീതിയാണ്. ആ ഒരു ബൂട്ട് വന്നിട്ട് എൻ്റെ ഇവിടെ ഒരു നമുക്കൊരു സ്പോയിലർ പോലെ നമുക്കൊരു ആ ഒരു നോച്ച് ബാഗ് പോലെ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് സിട്രോണിൻ്റെ ആ ഒരു ലോഗോ കാണാം. സിട്രോൺ എന്നുള്ള ഒരു ഇവിടെ നമുക്ക് റൈറ്റിങ്ങും കാണാൻ പറ്റും. പിന്നെ നേണ്ട നമുക്കിവിടെ ബസാൾട്ട് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. പ്യുവർടെക് എന്ന് പറയുന്ന എഞ്ചിനാണ്, ആ എഞ്ചിൻ്റെ നെയിമാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെൻസർ വരുന്നുണ്ട്, ക്യാമറ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ക്യാമറ കാണാം. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ പ്ലേറ്റ് കൊടുത്തേക്കുന്നത് കാണാം. ഏതാണ്ട് ഇവിടെ ഈ ഒരു നമുക്ക് സ്കിഡ് പ്ലേറ്റ് വന്നിട്ട് നമുക്ക് ആ ഒരു സിൽവർ മാറ്റ് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇവിടെ താഴെ നമുക്ക് റിഫ്ലക്റ്റേഴ്സും കൊടുത്തേക്കുന്നത് കാണാം. റിയർ ഒരു രക്ഷയില്ല, പക്ക അട്രാക്റ്റീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. വളരെ ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഓപ്പണിങ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഗ്ലാസ് ഏരിയ ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയി പോകുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു കൂപ്പെ ഡിസൈൻ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ നമുക്ക് ഡിക്കി സ്പേസ് വന്നിട്ട് 470 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ ഒരു ലാമ്പ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ഒരു ഹുക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പെയർ വീല് വന്നിട്ട് ഒരു ഫുൾ സൈസ് സ്പെയർ വീല് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് ഇവിടെ ഒരു പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ D4 അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ റിയർ വൈപ്പർ വരത്തില്ല, കാരണം ഇതൊരു കൂപ്പെ ലൈക്ക് ഡിസൈൻ ആയതുകൊണ്ട് ആ ഒരു കൂപ്പെ രീതിയിൽ വരുന്നത് കൊണ്ട് നമുക്കിവിടെ ഒരു വൈപ്പറിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് ആ വെള്ളം നല്ല രീതിയിൽ ഇറങ്ങി അങ്ങ് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് ആണ് ഇവിടെ ഒരു വൈപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു ബൾജ് ചെയ്തുള്ള രീതിയിലൊരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ പെട്ടെന്ന് ഇതിന്റെ ഈ ഒരു ലുക്കില് നമുക്ക് നമ്മുടെ പഴയ X6 ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ, അതായത് BMW X6 ഒരു ഫീൽ എനിക്ക് എവിടെയൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മുടെ സിട്രോണിന്റെ ഒരു ഇന്റീരിയർ ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇതിൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് ഡാഷ് ഫുള്ള് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ മുകളിലായിട്ട് നമുക്കൊരു ബ്ലാക്ക് ഒരു ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഒരു ബീച്ച് കളറിലാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ഒരു മാറ്റ് സിൽവർ ഫിനിഷ് ഇവിടെ പോയേക്കുന്നത് കാണാം. അവിടെ ചെറിയൊരു നമുക്കൊന്നും സാധനം ഒന്നും വെക്കാൻ പറ്റത്തില്ല, പക്ഷെ അവിടെ ആ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് ആ രീതിയിലാണ് പോയത്. ആ ഒരു AC വെന്റ് ആണെങ്കിൽ അതിന്റെ ഒരു ഫിനിഷ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിന്റെ ആ ഒരു ബ്ലോക്ക് ടൈപ്പ് ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ ആണെന്ന് നമുക്ക് പറയണം. പിന്നെ അതിന്റെ ചുറ്റിനും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സിട്രോണിന്റെ നമുക്ക് വെഹിക്കിൾസിലെല്ലാം നമുക്ക് എല്ലാ ഭാഗത്തും നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ടൈപ്പ് രീതിയിലുള്ള ഡിസൈൻ എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലിലാണെങ്കിലും നമ്മുടെ അലോയുടെ ഡിസൈനിലാണെങ്കിലും അങ്ങനെയുള്ള നമ്മുടെ ഒരു വെഹിക്കിളിൽ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും നമുക്കൊരു എന്താ പറയുന്ന ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയറിഷ് ഡിസൈൻ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു AC വെന്റിലും കമ്പനി അത് ആ രീതിയിലാണ് അതിന്റെ ഒരു വെന്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ടായ ഒരു ഡിസൈൻ കാണാനൊക്കെ. പിന്നെ നമുക്ക് എടുത്തു പറയുന്ന ഇന്റീരിയർ ഒരു പക്ക പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട് ഈ വെഹിക്കിളിലേക്ക് കയറുമ്പോൾ തന്നെ.
പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു 10.25 ഇഞ്ചിന്റെ ഒരു സ്ക്രീനാണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. നല്ല ഒരു സിസ്റ്റം നമുക്ക് എടുത്ത് പറയാം. അതിന്റെ ഒരു ടച്ച് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. വളരെ ആക്യുറസി ഉള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നാവിഗേഷനൊക്കെ നമുക്ക് ഫോണിൽ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ആ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു AC വെന്റ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു യൂണിറ്റ് ഫുള്ള് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ഈ ഒരു സിൽവർ ഫിനിഷ് AC വന്നേക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട്. കാരണം ഒരു പ്രീമിയം ഫീല് ആ രീതിയിലും നമുക്ക് വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുള്ളി ഡെഡിക്കേറ്റഡ് ഒരു ക്ലൈമട്രോണിക് AC വെഹിക്കിളിൽ വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഈ ടെമ്പറേച്ചർ. നമ്മൾ സാധാരണ നമ്മളൊരു 17 വരെയൊക്കെ നമ്മൾ വെഹിക്കിളിലൊക്കെ കാണാറുണ്ട്. അതിന് താഴെയും നമുക്ക് ഇതിൽ വരുന്നുണ്ട് 16, 15, 14 വരെ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ താഴെയാണ് നമുക്ക് ലോ വരുന്നത്. അതായത് എനിക്കൊരു യൂണീക്ക് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഒരു ടോഗിൾ സ്വിച്ചസ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കൊടുത്തേക്കുന്നത്. ഭയങ്കര ഒരു ക്വാളിറ്റി ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ആ ഒരു സ്വിച്ചസിലൊക്കെ. ഒരു ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. സെന്ററിൽ നമുക്ക് ഇവിടെ മൊബൈലൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമ്മൾ ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ ഓട്ടോമാറ്റിക്, ഞാൻ പറഞ്ഞല്ലോ ടർബോ ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ നമുക്ക് ഈ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആയിട്ട് വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് വെഹിക്കിളിൽ വരുന്നത്. അതിൽ നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് മാനുവൽ മോഡിൽ ഉപയോഗിക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല ഭംഗിയിലാണ് അതിന്റെ ഒരു ഗിയർ ലിവർ ഒക്കെ കൊടുത്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രൽ കൺസോൾ ഫുള്ളി ആ ഒരു ബീജ് കളറിൽ തന്നെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ, യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു നോർമൽ ഒരു ഹാൻഡ് ബ്രേക്ക് വന്നേക്കുന്നത് കാണാം. നമുക്ക് ഈ ഒരു ആംറസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റിന്റെ ഒരു അപ്പോൾസറിയും കാര്യങ്ങളൊക്കെ ലെതററ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സീറ്റ് വരുന്നത്. ആ ഒരു ബീച്ച് കളറിൽ നല്ല ഭംഗിയുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്. നമ്മളൊരു ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഒരു സീറ്റ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് എടുത്ത് പറയുന്നത്. ഒരു മുകൾ ഭാഗം വന്നേക്കുന്ന ഒരു ഫാബ്രിക് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. 2 രീതിയിലായിട്ടാണ്. ഇവിടെ വരെ നമുക്ക് ഒരു ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് കാണാം. അതിന് താഴോട്ട് ലെതററ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പം ഡ്രൈവർ സൈഡ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ടത്, എനിക്ക് ഈ സിട്രോണിന്റെ കാസിന്റെ സ്റ്റിയറിംഗ് വീൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ല ഒരു ചെറിയൊരു സ്പോർട്ടി ഫീൽ വരുന്ന രീതിയിലുള്ള നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ് ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ നമുക്ക് സെൻട്രൽ ആയിട്ട് നമുക്ക് ഈ ഒരു സിട്രോണിന്റെ ഒരു ലോഗോ കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ഓഡിയോ കൺട്രോൾസ് ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ടെലിഫോണിക് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലസ്റ്റർ, അതൊരു 7 ഇഞ്ചിന്റെ ഒരു TFT സ്ക്രീനാണ് നമുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതിന്റെ ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിലാണ് തരുന്നത്. അതിന്റെ ഒരു നമുക്ക് വളരെ നോട്ടം അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഗ്രാഫിക് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ അതിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ട ഇതിപ്പോ നമ്മളിപ്പം ആ ഒരു സ്പീഡോമീറ്റർ രീതിയിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓരോ മോഡ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിലിപ്പോ നമുക്ക് RPM വന്നേക്കുന്നത് കാണാം. കണ്ടോ, സ്വിച്ചിൽ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗിൽ നമുക്ക് ഓരോന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് TPMS വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT. നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫ്യൂവൽ ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെയാണ് വെഹിക്കിളിന്റെ കാണിക്കുന്നത്. സെന്ററിൽ നമുക്ക് പാർക്ക് എന്നുള്ളത് നമ്മുടെ ഒരു ഗിയറിന്റെ നോട്ടിഫിക്കേഷനും ഒക്കെ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററും ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. നോർമൽ നമ്മൾ എല്ലാ വെഹിക്കിൾസിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിന്റെയൊക്കെ ഒരു സ്വിച്ചസിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ കിട്ടുന്ന രീതിയിലാണ്. ഈ ഒരു ഡാഷിന്റെ ഒരു മെറ്റീരിയലൊക്കെ ആണെങ്കിലും നല്ല സോളിഡ് ഫീൽ തരുന്ന രീതിയിലാണ് ഒരു ഡാഷ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നമുക്കൊരു 6 സ്പീക്കർ സിസ്റ്റം ഉൾപ്പെടെയായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഗുഡ് ക്വാളിറ്റി സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു IRVM വരുന്നത് മാനുവൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു IRVM ആണ് വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത്. റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ രീതിയിലുള്ള ഒരു റീഡിംഗ് ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വാനിറ്റി മിറർ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ നമുക്ക് സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഗ്ലോ ബോക്സിൽ കിട്ടുന്നുണ്ട്.
അവിടെ നമുക്ക് പെന്നൊക്കെ വെക്കാം. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ചെറിയ യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ടൊക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 ലിറ്റർ ബോട്ടിൽ വേണേലും വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. ആ ഒരു ബ്ലാക്കും ബീജും കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് കൊടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കാണാൻ പറ്റും. ഒരു ബീജ് ഹാൻഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിൾ ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് ആൻഡ് എയറിന്റെ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്കൊരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് നമ്മുടെ ഒരു ഗിയർ ബോക്സ് വരുന്നത്. ഈ ഒരു ടർബോ വേരിയന്റിൽ നമുക്ക് മാനുവൽ അവൈലബിൾ ആണ്. ഈ ഒരു നമ്മുടെ ഈ ഒരു വെഹിക്കിളിന്റെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത് നമുക്കൊരു 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. ഇതിൽ നമുക്ക് വന്നിട്ട് 110 PS പവറും 205 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. എയർ ബാഗ്സ് വരുന്നുണ്ട്, TPMS വരുന്നുണ്ട്, ESP വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലിപ്പ് ടൈപ്പ് കീ ആണ് വെഹിക്കിളിൽ വരുന്നത്, നമുക്ക് സിട്രോണിൽ വരുന്നത്. ലോക്ക് അൺലോക്ക് അങ്ങനെയുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സിട്രോണിന്റെ ഒരു ബാഡ്ജിങ് കാണാം. 2 കീ വരുന്നുണ്ട്, അതിൽ ഒരു കീ ഒരു രീതിയിലാണ് വരുന്നത്. അതിൽ നമുക്ക് സ്വിച്ചസ് ഒന്നും കൊടുത്തിട്ടില്ല, നോർമൽ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കീ ഇട്ട് ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പുഷ് സ്റ്റാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വെഹിക്കിളിൽ വരുന്നില്ല. അപ്പോൾ അത്രയാണ് നമുക്ക് പറയാൻ. ഇനിയിപ്പോൾ നമുക്ക് റിയർ സീറ്റിലേക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. റിയർ സീറ്റിൽ വന്നിട്ട് പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ ഈ ഒരു സിട്രോൺ ബസാട്ടിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1 2 2 ഇങ്ങനെ 3 പോയിന്റിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടൊരു ഫീച്ചറായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് നമുക്ക് ഒരു വെഹിക്കിളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അത് വളരെ യൂസ്ഫുള്ളുമാണ്. നമുക്കിപ്പോൾ തൈ സപ്പോർട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാൾക്കാർക്ക് ആണെങ്കിൽ തൈ സപ്പോർട്ട് കുറവ് തോന്നിയാൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൈറ്റ് ഉള്ളവർക്ക് പോലും നമുക്ക് നല്ലൊരു തൈ സപ്പോർട്ട് കിട്ടും. അതൊരു 3 സ്റ്റെപ്പായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്കും ബീജും കളർ കോമ്പിനേഷൻ തന്നെയാണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു 2 ലിറ്റർ ബോട്ടിലൊക്കെ വേണമെങ്കിലും വെക്കാവുന്ന ഒരു രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാക്കിലും നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഇവിടെയും കാണാം. നമുക്ക് സ്പീക്കേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ആ ഒരു ഡോർ ഹാൻഡിലാണെങ്കിലും ഒരു മാറ്റ് സിൽവർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു AC വെൻസ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ ഫ്രണ്ടിലെ പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. 2 USB പോർട്ട് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്കൊരു വലിയൊരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടണലല്ല, വളരെ ചെറിയൊരു റേസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലേ ഉള്ളൂ നമുക്കൊരു സെൻട്രൽ ടണൽ വരുന്നത്. പിന്നെ നമുക്ക് ഒരു സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും വളരെ നല്ല ഒരു സ്പേസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പ്രധാന അട്രാക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിങ് ടൈപ്പ് വരുന്ന ഒരു ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു നമുക്കിവിടെ നമ്മൾ ബാഗിലൊക്കെ ഇരുന്ന് നമുക്കൊന്ന് ഉറങ്ങിപ്പോയാൽ പോലും നമ്മുടെ തല നല്ല ഇതിനായിട്ട് സേഫ് ആയിട്ട് ഇരുന്നോളൂ, അങ്ങോട്ട് ഡാഡിയൊന്നും പോകത്തില്ല. അത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ 2 ഹെഡ് റെസ്റ്റ് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുള്ളി ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഫോൺ നമുക്ക് സെൻറ്ററിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് കൊടുത്തേക്കുന്നതാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ഈ ഒരു ലെഗ് റൂം 980 mm ഒരു ലെഗ് റൂമിന്റെ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഇതിപ്പോ എന്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു നല്ല ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് കംഫർട്ടബിളി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു അനുസരിച്ച് നമ്മുടെ ഒരു ഹൈറ്റ് അനുസരിച്ച് നമുക്ക് നല്ലൊരു തൈ സപ്പോർട്ട് കണ്ടെത്താനും ഒക്കെ പറ്റുന്നുണ്ട്. ലെഗ് റൂം നമുക്ക് നല്ലൊരു സ്പേസ് ആയിട്ടുള്ള ഒരു ലെഗ് റൂമും നീ റൂമും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്കൊരു സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. നമുക്ക് മുകളിലും നമുക്ക് ഈ ഒരു ഭാഗത്ത് റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ചരിങ് ഇറങ്ങുന്ന ആ ഒരു കൂപ്പല റൂഫ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് വ്യൂ ഒക്കെ ആണെങ്കിലും ഒരു പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്, നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. പുറത്തോട്ടുള്ള വിസിബിലിറ്റിക്ക് ഒന്നും ഒട്ടും കുറവില്ല. ഒരു ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീലോ കാര്യങ്ങളോ ഒരു രീതിയിലും വരുന്നില്ല. കാരണം നല്ലൊരു ഗ്ലാസ് ഏരിയ ആണ്, നല്ല വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് നമ്മുടെ ഡോറിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും അങ്ങനത്തെ ഒരു ക്രാംഡ് ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഏറിയ ഫീൽ നമുക്ക് വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇത്രയും നല്ല രീതിയിൽ
ഏകദേശം 5 ഫിംഗർ ഗ്യാപ്പ് നമുക്ക് ഒരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നീ റൂം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു നീ റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിയർ സീറ്റാണ് എടുത്തു പറയുന്നത്. 3 പേർക്കും നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എടുത്തു പറയേണ്ട ഈ ഒരു അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തൈ സപ്പോർട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് ഇനിയിപ്പോ സ്പെക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1.2 ലിറ്റർ എഞ്ചിനാണ് വെഹിക്കിൾ വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ് വെഹിക്കിൾ വരുന്നത്. 115 PS 205 Nm ടോർക്കും ആണ് നമ്മുടെ ഈ ഒരു ടർബോ വേരിയന്റിൽ വരുന്ന ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഒരു നോൺ ടർബോ വേരിയന്റുകളുണ്ട്. അതിൽ വരുന്ന 82 PS 115 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സിട്രോൺ ബസാൾട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 7.99 lakhs ആണ് നമ്മുടെ ഒരു എക്സ്ഷോറൂം വെഹിക്കിളിന്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ആകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഓൾമോസ്റ്റ് ഒരു 10-15 ആ റേഞ്ച് ഒക്കെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഇറക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്. ഒരു ഓൺ റോഡ് പ്രൈസിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്കിനി ഡ്രൈവ് വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് വെഹിക്കിൾ അലർട്ട് ആകുന്നതനുസരിച്ച് നമുക്ക് ഡ്രൈവ് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് വെഹിക്കിൾ സംബന്ധമായിട്ട് എന്തെങ്കിലും എൻക്വയറി ഡീറ്റെയിൽസ് ഒക്കെ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഷോറൂമിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.